അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനികളെ, നൂറെ ഹബീബെ ഉംറ സംഘം തിങ്കളാഴ്ച രാത്രി 130ഓളം അടങ്ങുന്ന സംഘം, 130ൻ്റെ അടുത്ത് 120 സംതിങ് ഉള്ള ആളുകൾ അവിടെ നിന്ന് രാത്രി പുറപ്പെട്ടു. അൽഹംദുലില്ലാ, സുബീൻ്റെ മുമ്പായിക്കൊണ്ട് 2 ഫ്ലൈറ്റുകളിലായിട്ട് പുറപ്പെട്ടു. അൽഹംദുലില്ലാ, ഈ പുണ്യമാക്കപ്പെട്ട മക്കയിലെത്തി. ഉംറ ഇന്നലെ 2 ഉംറകൾ ഇന്നലെ ആകുമ്പോഴേക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സംഘത്തിൻ്റെ കൂടെ നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ബഹുമാനപ്പെട്ട തങ്ങളെ ഇതൊന്നും നന്മകൾ ആരും കാണില്ല. കാരണം തീരെ ഈ പരിശുദ്ധ ഹറമ് കാണാത്ത പാവപ്പെട്ട, ഒരിക്കലും ഇങ്ങോട്ട് എത്തിപ്പെടൂല എന്ന് വിചാരിച്ച ആളുകളെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് ഇതിൽ 10ഓളം പേര് അടങ്ങുന്ന സംഘത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആരെ തെരഞ്ഞെടുത്തത്? എത്രയോ ആളുകൾ, അതായത് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് സലാത്തുകൾ പാസ് ചെയ്യുന്ന ആളുകൾ, അഡ്മിന്മാരിൽപ്പെട്ട ആളുകളെ, അവരെ പാവപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്ത് 10-11 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ ഏറ്റവും നടക്കാൻ കഴിയാത്ത 2 പേര് തീരെ അവർക്ക് എന്തില്ല, നടക്കാൻ കഴിയാത്ത ശിഹാബങ്ങൾക്ക് അറിയാം, നിങ്ങളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ അയാളുടെ പിന്നെ അദ്ദേഹം തങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് ദുആ ചെയ്യപ്പോൾ എന്നെ കണ്ടപ്പോൾ സങ്കടം പറഞ്ഞു, എന്നോട് പിന്നെ ആ സന്തോഷം പറഞ്ഞു. ഞാനൊന്നും ഇവിടെ എത്തിപ്പെടുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. മാത്രമല്ല, തങ്ങള് ഫ്ലൈറ്റ് ഇറങ്ങിയേക്ക് ആദ്യം എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഈ 120 ആളെ കാര്യമല്ല പറഞ്ഞത്, ഏറ്റവും പിന്നെ നടക്കാൻ കഴിയാത്ത ആ 2 പേർക്ക് ഒരു റൂം നിങ്ങൾ സെറ്റാക്കി കൊടുക്കണമെന്ന് അവിടുന്ന് പ്രത്യേകം വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴേക്ക് അതൊക്കെ റാഹത്താക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ കരുതുന്നത് പോലെയൊന്നുമല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ പിന്നെ പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ അത്താണി ഇല്ലാത്തവർക്കൊക്കെ ഒരു അത്താണിയായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകുമാറാവട്ടെ. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഞാൻ പറയുന്നത്, ഇങ്ങനെ പാവപ്പെട്ടവരും നടക്കാൻ കഴിയാത്തവരും അതുപോലെ തന്നെ പല വയസ്സായ ആളുകളും, 1 വയസ്സായ കുട്ടിയടക്കം അയാളെ ഈ ഗ്രൂപ്പിലുണ്ട്. അതൊരു പ്രത്യേകതയാണ്. അള്ളാഹു തആല ദുആക്ക് ഉത്തരമുള്ള ഒരു സംഘമാക്കി അള്ളാഹു മാറ്റി തരുമാറാട്ടെ. നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയാം, ആയിരക്കണക്കിന് ആളുകൾ 4 വർഷത്തോളമായി ഈ ഗ്രൂപ്പ് തുടങ്ങി 1000ഓളം ആളുകൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ ഏത് സമയത്ത് എല്ലാ വെള്ളിയാഴ്ച രാവിലും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഫാത്തിഹ ഓതി ഇവിടെ നിന്ന് ദുആ ചെയ്യാറുണ്ട്. മാത്രമല്ല, ഇവിടെ മക്കത്ത് വരുമ്പോഴും മദീനത്ത് ചെല്ലുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ പോകുന്ന ആളുകൾക്കുള്ള ഏറ്റവും ശ്രേഷ്ഠത. ഇനി നോമ്പിൻ്റെ മുമ്പേ ഇൻഷാ അല്ലാഹ് ഒരു ഗ്രൂപ്പ് കൂടി പോരുന്നുണ്ട്. അതിലൊക്കെ ധാരാളം